വന്യമായൊരു പ്രണയം. സ്റ്റോറി വിദ്യാ നായർ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. തനിക്ക് പിന്നിലുള്ള ആൾ ആരാണെന്ന് മനസ്സിലായതും വൃന്ദയുടെ ഉള്ളം ഭയത്താൽ തുടികൊട്ടി. എന്തിനാ വൃന്ദ ലഞ്ച് മിസ് ചെയ്ത്? എനിക്ക് വിശപ്പില്ല. ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തിരികെ നൽകുമ്പോഴും വൃന്ദയുടെ ഉള്ളിലെ ഭയത്തിന് കാര്യമായ കുറവൊന്നും വന്നിരുന്നില്ല. കള്ളം, നീ എന്നോട് വീണ്ടും വീണ്ടും കള്ളം പറയുന്നു വൃന്ദ. എനിക്കറിയാം നിൻ്റെ മനസ്സിൽ എന്താണെന്ന്. അത് പിന്നെ ഇവിടെയുള്ളവരാരും കഴിക്കാതെ ഞാൻ എങ്ങനെയാണ് കഴിക്കുക? നിൻ്റെ ആരോഗ്യത്തെക്കാൾ പ്രാധാന്യമുണ്ടോ ഇവിടെയുള്ളവർക്ക്? എന്താ നീ അവരും തമ്മിലുള്ള റിലേഷൻ? ടെൽ മീ വൃന്ദ, നിനക്ക് ഇവിടെയുള്ളവരായിട്ട് എന്താ ബന്ധം? അത് പിന്നെ റാം, വീട്ടിലെ മുതിർന്ന ജനങ്ങൾ ആരും കഴിക്കാതെ ഞാനെങ്ങനെയാ? അതാ ഞാൻ. സ്റ്റോപ്പ് ഇറ്റ് വൃന്ദ. ഇതല്ല ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. അപ്പോൾ നിനക്ക് നിൻ്റെ ആരോഗ്യത്തേക്കാൾ വലുതാ ഇവിടെയുള്ളവർ അല്ലേ? റാം, അത് പിന്നെ നോ, എനിക്ക് നിൻ്റെ ഒരു വിശദീകരണവും വേണ്ട. റാം നിക്ക്, ഞാനൊന്ന് പറയട്ടെ. റാം, എൻ്റെ കൃഷ്ണ, ആളെ പിണങ്ങിയല്ലോ. രാഘവേന്ദ്രൻ്റെ തള്ളലിൽ നിലത്തേക്ക് വീണുപോയ വൃന്ദ രാഘവേന്ദ്രൻ്റെ പിന്നാലെ പോവാനായി ശ്രമിച്ചെങ്കിലും അവളുടെ കാലിൽ അനുഭവപ്പെട്ട കഠിനമായ വേദനയിൽ വൃന്ദയ്ക്ക് അതിന് സാധിക്കാതെ പോയി. കാലിലെ വേദനയ്ക്ക് അല്പം ശമനം തോന്നിയതും വൃന്ദ പതിയെ റൂമിലേക്ക് പോയിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ആൾ റൂമിലുണ്ടായിരുന്നില്ല. ഊണ് കഴിക്കാനായി നങ്ങേലി വൃന്ദയെ വിളിക്കാൻ വന്നുവെങ്കിലും തലവേദന എന്ന കള്ളം പറഞ്ഞ് നങ്ങേലിയെ അവൾ മടക്കി അയച്ചു. സരസ്വതി ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് തിരികെ വരുമ്പോൾ അവരുടെ ബെഡിൽ രാഘവേന്ദ്രൻ കിടപ്പുണ്ട്. സരസ്വതി അല്പനേരം അവനെ തന്നെ നോക്കി നിന്നു. മോനെ കണ്ണാ. സരസ്വതി രാഘവേന്ദ്രൻ്റെ തലയിൽ അരുമയായി തലോടിക്കൊണ്ട് വിളിച്ചു. ഈ വർഷത്തെ ക്ഷേത്രോത്സവം എനിക്ക് മാത്രമായിട്ട് വിട്ടു നൽകണം. അമ്മയുടെ ആഗ്രഹം പോലെ എനിക്കത് നടത്തണം. രാഘവ് കണ്ണുകൾ തുറക്കാതെ തന്നെ തൻ്റെ ആവശ്യം സരസ്വതിയെ അറിയിച്ചു. സരസ്വതിയുടെ കൈകളുടെ ചലനം നിലച്ചു. അവരുടെ മുഖത്ത് ക്രോധം നിറഞ്ഞു. ഇല്ല, നടക്കില്ല. നടക്കും, അതേ നടക്കും, അതേ നടക്കാവൂ. അവൻ അതും പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. എന്താ നിൻ്റെ ഉദ്ദേശം? സരസ്വതിയുടെ ശബ്ദം നന്നേ കടുത്തിരുന്നു. എനിക്ക് അവകാശപ്പെട്ടത് എനിക്ക് കിട്ടിയിരിക്കണം, മനസ്സിലായോ സരസ്വതി അമ്മയ്ക്ക്? മോനെ കണ്ണ. നോ, രാഘവേന്ദ്ര ഭട്ടാതിരി. മോളെ. കണ്ണുകളിൽ അല്പം മയക്കം പിടിച്ചു വന്നപ്പോഴാണ് തലയിൽ പതിയെ തലോടിക്കൊണ്ടുള്ള അംബാലികയുടെ വിളി വൃന്ദയെ തേടിയെത്തിയത്. വൃന്ദ തൻ്റെ ഇരു കണ്ണുകൾ പതിയെ ചിമ്മി തുറന്ന് തൻ്റെ മുന്നിൽ നിന്നിരുന്ന അംബാലികയെ നോക്കിയൊരു പുഞ്ചിരി സമ്മാനിച്ചു. എന്താ മോളെ, എന്താ പറ്റിയേ? നങ്ങേലി പറഞ്ഞു മോക്ക് തലവേദനയാണെന്ന്. ഉച്ചക്ക് മോളൊന്നും കഴിച്ചില്ലല്ലോ. എന്താ, ഒട്ടും വയ്യേ? ആശുപത്രിയിലും എല്ലാം പോണോ? അയ്യോ വേണ്ട, എൻ്റെ തലവേദനയൊക്കെ മാറി. അംബാലികയുടെ ചോദ്യത്തിന് മുന്നിൽ വൃന്ദ ശരിക്കും ഞെട്ടിപ്പോയി. ആഹാ, ഇത്ര പെട്ടെന്ന് മാറിയോ? ശരിക്കും മോളുടെ തലയ്ക്ക് തന്നെയായിരുന്നു വേദന. അംബാലിക പരിഭ്രമിച്ചിരുന്നവളെ നോക്കി അല്പം പരിഹസിച്ച് ചോദിക്കെ വൃന്ദയുടെ മുഖം വിളറിപ്പോയി. അമ്മേ, ഞാൻ ഇനി എന്നോടെന്ത് നുണ പറയുമെന്ന് ആലോചിക്കാവൂല്ലേ? അല്ല, ഞാനൊന്നും ചെയ്തില്ല. സാരില്ല, നങ്ങേലി എന്നോടെല്ലാം പറഞ്ഞു. പോട്ടെ, മോൾ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. കണ്ണൻ കുട്ടിക്കാലം മുതലേ ഇങ്ങനെ തന്നെയാണ്. അവൻ എന്തിനും ഏതിനോടും ദേഷ്യവും വാശിയുമാണ്. അല്ല, അവൻ എല്ലാവരും കൂടി അങ്ങനെ മാറ്റിയതാ മോളെ. ഇതിൻ്റെ പേരിൽ മോളെ എൻ്റെ കുഞ്ഞിനെ വെറുക്കരുത്. എൻ്റെ കുഞ്ഞൊരു പാവ. അവന് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതൊക്കെ എനിക്കും അറിയാമേ. പക്ഷേ എനിക്കും ഇല്ലേ ആഗ്രഹങ്ങൾ. എൻ്റെ ഇഷ്ടങ്ങൾക്ക് യാതൊരു മൂല്യവും ഇല്ലേ? ഉണ്ട്, നിൻ്റെ ഇഷ്ടങ്ങൾക്ക് മൂല്യമുണ്ട്. അതവൻ തിരിച്ചറിയണം. എൻ്റെ കണ്ണന് ബന്ധങ്ങളുടെ വിലയൊന്നും അറിയില്ല. ഇനി അതൊക്കെ കണ്ണൻ തിരിച്ചറിയേണ്ടത് മോളിലൂടെയാണ്. മോൾക്കേ അതിന് സാധിക്കും. അമ്മ ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട. അദ്ദേഹത്തെ ഞാൻ കൈവിടില്ല. എന്നെക്കൊണ്ടാവും പോലെ ഞാൻ അദ്ദേഹത്തെ മാറ്റാൻ ശ്രമിക്കാം.
തൻ്റെ കൈവെള്ളയിലേക്ക് വലതുകര അമർത്തി വച്ചൊരു പുഞ്ചിരിയോടെ പറയുന്നവളെ കണ്ട് അംബാലികയുടെ കണ്ണുകൾ വിടർന്നു. ഐ ആം വെയിറ്റിംഗ് ബേബി. ഇതേ നേരം അവർ ഇരുവരുടെയും സംഭാഷണങ്ങളെല്ലാം ശ്രദ്ധിച്ചു നിന്നവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി മിന്നിമാഞ്ഞു. അമ്മ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ്? സരസ്വതി തിരക്കിട്ട് വിളിച്ചു വരുത്തിയായിരുന്നു മൂന്നാളെ. പ്രഭാകരൻ നായർ ഒരു PWD ജീവനക്കാരനാണ്. രാഘവൻ നായർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു ഹെഡ് കോൺസ്റ്റബിളാണ്. ചന്ദ്രൻ ടൗണിലുള്ള ഒരു പ്രൈവറ്റ് ബാങ്കിൽ അക്കൗണ്ടൻ്റായി ജോലി നോക്കുന്നു. നിങ്ങൾ ഇരിക്കും, ഞാൻ പറയാം. സരസ്വതി ബെഡിലേക്ക് ചേർന്നിരുന്നുകൊണ്ട് തൻ്റെ മക്കളോടും മരുമകനോടും പറയവേ അവർ മൂന്നാളും പരസ്പരം ഒന്ന് നോക്കി അവരുടേതായ ഇരിപ്പിടങ്ങളിലേക്ക് അമർന്നു. കണ്ണൻ അല്പം മുമ്പ് എന്നെ കാണാൻ വന്നു. എന്തിന്? കാര്യമുണ്ട്. ഈ കൊല്ലത്തെ ഉത്സവം അവന് നടത്തിയാൽ കൊള്ളാമെന്നുണ്ടെന്ന്. അതെന്താ അമ്മ അങ്ങനൊരു പറച്ചിൽ? അവൻ നടത്തിയാലും നമ്മൾ നടത്തിയാലും കുടുംബം ഒന്നല്ലേ? അതെങ്ങനെ ചന്ദ്ര ഒന്നാവാ? ഇലങ്കം കണ്ണൻ്റെ അമ്മയുടേതാ, അതായത് സുഭദ്രയുടെ ക്ഷേത്ര. അത് കൈയടക്കി ഭരിക്കായിരുന്നു ഇവിടെയുള്ളവർ. പ്രഭാകരൻ്റെ സംസാരത്തിൽ കലി പൂണ്ട സരസ്വതി അയാളെ നോക്കി അലറി. അമ്മ എന്നെ തടയൊന്നും വേണ്ട. പഴയതൊന്നും ഈ പ്രഭ മറന്നിട്ടില്ല. ഇലങ്കം യഥാർത്ഥത്തിൽ ദേവർമടങ്കാരുടെ സ്വത്താ അമ്മേ. നീ എന്താ അമ്മയോട് വഴക്കിടുകയാണോ? ഇല്ലേട്ടാ, കണ്ണൻ ചോദിച്ചത് അവൻ്റെ അമ്മയുടെ അധികാര, അതായത് സുഭദ്രയുടെ. ഇത്രയും നാളും കണ്ണനെ മുൻനിർത്തിയായിരുന്നില്ലേ നിങ്ങൾ ദേവർമടങ്കാരോട് വാദിച്ചു നിന്നത്? ഇനി അതിൻ്റെ ആവശ്യമില്ല. അവൻ മടങ്ങിയെത്തി. ഇപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് അവൻ്റെ അമ്മയുടെ അവകാശമാണ്. അത് അമ്മ അവന് കൊടുത്തേ മതിയാവും, ഇല്ലേ കളി മാറും. ഞാൻ ഇറങ്ങും അമ്മേ. പ്രഭാകരൻ അതും പറഞ്ഞുകൊണ്ട് തിരക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അമ്മ, പ്രഭ പറഞ്ഞൊന്നും കണക്കാക്കണ്ട. ഞാൻ കണ്ണനോട് വേണ്ട രാഘവ, പ്രഭ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട്. ഇലങ്കം സുഭദ്രയുടെ കുടുംബസ്വത്തിൽ ഉൾപ്പെട്ടതാ. കണ്ണൻ ചോദിച്ചത് അവൻ്റെ അമ്മയുടെ സ്വത്താ. അതവന് വിട്ട് നൽകിയേ പറ്റൂ. അമ്മേ, പക്ഷേ വേണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ കുംഭഭരണി മഹോത്സവം അവൻ തന്നെ നടത്തട്ടെ. രാഘവനെ തടഞ്ഞുകൊണ്ട് സരസ്വതി തൻ്റെ തീരുമാനം ഇരുവരെ അറിയിച്ചു. രാഘവേന്ദ്രൻ റൂമിലേക്ക് മടങ്ങി വന്നതും വൃന്ദ അല്പം ദേഷ്യം നടിച്ച് ബാൽക്കണിയിലേക്ക് പോയി. ഇനി ഇങ്ങ് വരട്ടെ കൊഞ്ചിക്കൊണ്ട്, കാണിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ആം റെഡി. അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിനെ വളയം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ സ്വരവും അവളുടെ കവിളിൽ തഴുകി തലോടി കടന്നു പോയിരുന്നു. അവൻ്റെ സാമീപ്യം അവളിൽ അതിയായ സന്തോഷം നിറച്ചെങ്കിലും ആ സന്തോഷം അവൾ പുറമെ പ്രകടമാക്കിയില്ല. മാറിക്കേ. അവൾ അവൻ്റെ കൈകളെ തന്നിൽ നിന്നും തട്ടി അകറ്റി മാറ്റിക്കൊണ്ട് അവനിൽ നിന്നും അകന്നു മാറിപ്പോവാൻ തുനിഞ്ഞു. ഇതേ നേരം വൃന്ദയുടെ പെട്ടെന്നുള്ള മാറ്റം അവനിൽ ദേഷ്യം നിറച്ചു. കുറച്ച് ദിവസം ഇങ്ങനെ റാം വിട്. ഒരു പുഞ്ചിരിയോടെ എന്തോ ചിലത് പറഞ്ഞു നടക്കവെയാണ് വൃന്ദയുടെ കയ്യിൽ രാഘവേന്ദ്രൻ്റെ പിടി വീണത്. അവൻ അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്ത് ഞൊടിയിടയിൽ അവളുടെ അധരങ്ങളെ തൻ്റേതാക്കി മാറ്റിയിരുന്നു. വൃന്ദ രാഘവേന്ദ്രൻ്റെ പ്രവൃത്തിയെ നന്നായി പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ കരുത്തിന് മുന്നിലും അവൻ്റെ തീക്ഷ്ണമായ നോട്ടത്തിന് മുന്നിലും അവൾക്ക് അവസാനം അടിയറവ് പറയേണ്ടി വന്നു. എന്നെ ഒരു മൃഗമാക്കാതെ നോക്കേണ്ടത് നീയാ വൃന്ദ. എന്നിലെ സൗമ്യത പോലും നിനക്കിതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല. അപ്പോൾ പിന്നെ നീ എങ്ങനെ എന്നിലെ വന്യത താങ്ങും വൃന്ദ? രാഘവേന്ദ്രൻ വൃന്ദയുടെ ചെഞ്ചുണ്ടിൽ പൊടിഞ്ഞ രക്തത്തുള്ളികളെ തൻ്റെ നാവിനാൽ പകർന്നെടുത്തുകൊണ്ട് പറയവേ വൃന്ദ ഭയത്തോടെ തൻ്റെ ഇരുമിഴികളും ഇറുക്കെ അടച്ചു. തൻ്റെ മടിയിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോൽ മയങ്ങുന്നവനെ വൃന്ദ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു പോയി. എന്തൊരു ഭംഗിയായി ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കിയിരിക്കാൻ. ഒറ്റനോട്ടത്തിൽ കണ്ട പണ്ടെപ്പോഴോ കഥകളിൽ വായിച്ചറിഞ്ഞ ഷാജഹാൻ ചക്രവർത്തിയെ പോലുണ്ട്. ഈ കോലം മുടിയും താടിയും എല്ലാം കൂടെ ആൾക്കൊരാന ചന്തമുണ്ട്. വൃന്ദ തൻ്റെ നീണ്ടു മെലിഞ്ഞുണങ്ങിയ വിരലുകളാൽ രാഘവേന്ദ്രൻ്റെ മുഖത്ത് പതിയെ തഴുകി സ്വയം ഓരോന്നും പറഞ്ഞ് പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് രാഘവേന്ദ്രൻ അവൾക്ക് നേരെ തിരിഞ്ഞു കടന്നത്. എൻ്റെ കൃഷ്ണ, ഇയാൾ ഉറങ്ങിയില്ലേ? രാഘവേന്ദ്രൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ ഭയന്നു പോയ വൃന്ദ തൻ്റെ ഇരു കണ്ണുകളും പൂട്ടി രാഘവേന്ദ്രനെ ഭയന്ന് അല്പം കൂടി പിറകിലേക്കായവേ അവൻ്റെ കരങ്ങൾ അവളെ അതിനെ അനുവദിക്കാതെ തന്നിലേക്ക് വലിച്ചു ചേർത്തിരുന്നു.
രാഘവേന്ദ്രൻ്റെ മുഖം അവളുടെ ആലില വയറിലേക്ക് ആഴത്തിൽ അമരവേ വൃന്ദയിൽ നിന്നൊരു ഏങ്ങൽ ചീളുകൾ ഉയർന്നു. അവനിൽ നിന്നും തൻ്റെ ആലില വയറിലേക്ക് കേൾക്കുന്ന നിശ്വാസച്ചൂടിൽ അവളുടെ ശരീരമാകെ ഒരു വിറയൽ വ്യാപിച്ചു. ഒരു നിമിഷത്തേക്കെങ്കിലും വൃന്ദ സ്വയം സർവം വിസ്മരിച്ചുകൊണ്ട് അവനിൽ മാത്രമായി ലയിച്ചുപോയി. തന്നിൽ വ്യാപിച്ച വികാരത്തള്ളിച്ചയിൽ അവളിലെ വിരലുകൾ രാഘവേന്ദ്രൻ്റെ മുടിയിൽ അമർത്തി വച്ചുകൊണ്ട് അവൾ തൻ്റെ ഓമന മിഴികൾ തെല്ലൊരാലസ്യത്തോടെ കൂമ്പിയടച്ചു. ഇതേ നേരം വൃന്ദയുടെ മടിത്തട്ടിൽ കണ്ണുകൾ ഇറുക്കെ പൂട്ടി ഉറക്കനടച്ചു കിടന്നിരുന്നവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. എന്നിലെ ചെറു സാമീപ്യം പോലും നിന്നിൽ പ്രണയവും കാമവും പകരുന്നു വൃന്ദ. എന്നിട്ടും നീ എന്തേ എന്നെ അറിയുന്നില്ല? എന്നിലെ പ്രണയത്തെ തിരിച്ചറിയുന്നില്ല, എന്നിലെ കാമത്തെ അറിയാൻ ശ്രമിക്കുന്നില്ല. അവൻ്റെ വിരലുകൾ ചുറ്റിനുള്ള സർവ്വതും വിസ്മരിച്ച് തൻ്റെ ഒരു തലോടലിനായി കൊതിച്ചിരിക്കുന്നവളെ തേടിപ്പോയി. ഇന്ദ്രേട്ടാ. അവൾ പോലും അറിയാതെ അവളിലെ പ്രണയിനി അവൻ്റെ നാമം ഉരുവിട്ടു. വർഷങ്ങൾക്ക് മുമ്പ് എന്നോ താൻ കേട്ട് മറന്നൊരു നാമം, ഇന്ദ്രൻ. അവൻ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ആ നാമം കൊതിയോടെ ഉരുവിട്ടു. ഒപ്പം വീണ്ടും വീണ്ടും ആ നാമം അവളാൽ തന്നെ ചൊല്ലിക്കേൾക്കാൻ അവൻ കൊതിച്ചു. അവൻ്റെ വിരലുകൾ വീണ്ടും അവളെ തേടി സഞ്ചരിച്ചു. ഇന്ദ്രേട്ടാ വേണ്ട. തെല്ലൊരു കിതപ്പോടെ അവളത് പറയവേ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ തൻ്റെ കണ്ണുകൾ മൂടി അവൻ പഴയ പൊസിഷനിൽ അവളുടെ ആലില വയറോരം ചേർന്ന് കടന്നു. വൃന്ദ തെല്ലൊരു കിതപ്പോടെ തൻ്റെ കണ്ണുകൾ ചെമ്മി തുറന്നു. എൻ്റെ കൃഷ്ണ, എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്? അപ്പോൾ അതൊക്കെ എൻ്റെ വെറും തോന്നലുകളായിരുന്നു? അല്ല, എൻ്റെ ശരീരത്തിൽ ആരും നന്നായി തലോടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം നല്ല ഉറക്കമാണല്ലോ. പിന്നെ ആരാ? എനിക്ക് എന്താ പറ്റുന്നത്? ഓരോന്ന് ആലോചിക്ക് അവൾക്ക് അവളോട് തന്നെ വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി. ഇതിനിടയ്ക്ക് തൻ്റെ മടിയിൽ ഒന്നും അറിയാതെ മയങ്ങിക്കിടക്കുന്ന രാഘവേന്ദ്രനെ അവൾ കണ്ണുകൾ കൂർപ്പിച്ചൊന്ന് നോക്കി. തുടരും.